ഇപ്പം ടെക്സസിലെ ആ പ്രളയത്തിൽ 160 പേരെ കാണാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ 100-ൽ പരം പേര് മരിക്കുകയും ചെയ്തു, കൊച്ചുകുട്ടികളൊക്കെ ധാരാളം പേര്. അപ്പോൾ അതിനെപ്പറ്റി രണ്ട് കമൻറ്റുകൾ, ഒരു കമൻ്റ് ഒരു പീഡിയാട്രീഷ്യൻ, ഒരു ഡോക്ടറാണ് ഇട്ടിരിക്കുന്നത്. അവർ പറയുന്നത് പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലമെല്ലാം മാഗ റിപ്പബ്ലിക്കൻസിൻ്റെ ആളുകളാണ്, അവർ കാലാവസ്ഥ വ്യതിയാനത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഫീമായിക്കും മറ്റുമുള്ള പണം റദ്ദാക്കുകയും കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള പണം റദ്ദാക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് ഇവരനുഭവിക്കേണ്ടതാണ്. അതിൻ്റെ പ്രതിഫലമാണ് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം വൈറ്റ് ക്രിസ്ത്യൻസ് അവരാണ്. അപ്പോൾ അതിൽ കറമ്പരോ ഏഷ്യക്കാരോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ച് എന്തായാലും അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അതുപോലെ തന്നെ വേറൊരു സ്ത്രീ ഹൂസ്റ്റണിൽ സെയ്ഡ് പെർക്കിൻസ് എന്നോ മറ്റോ, അവർ നേരത്തെ മേയറുടെ എന്തോ ഒരു അപ്പോയിൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്തോ ഒരു പാസ്റ്ററുടെ ഭാര്യയാണ് അവർ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളെല്ലാം മരിച്ചു, ആ കൂടെ ഒരൊറ്റ ഏഷ്യക്കാരിയോ ഏഷ്യൻ കുട്ടിയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കുട്ടിയോ ഇല്ല. എല്ലാം വൈറ്റ് ക്രിസ്ത്യൻസും വൈറ്റ് ആളുകളാണുള്ളത്. അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്നതെന്ന്. കാരണം അവിടെ ഈ ഹിസ്പാനിക് കുട്ടികളായിരുന്നു ഇത്രയും മരിച്ചതെങ്കിൽ ഇവിടെയുള്ള ഈ വൈറ്റ്സ് ഒരാളും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല ഇവരൊന്നും ഇവിടെ വരേണ്ട ആളുകളല്ല, ഇവിടെ ജീവിക്കേണ്ട ഇവരൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു. അവരെല്ലാം ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെയുള്ള വെള്ളക്കാരൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞ് അവരൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിനെതിരെയും ഭയങ്കര വിമർശനമൊക്കെ ഉണ്ടായി. അവരുടെ ഭർത്താവ് തന്നെ ഒരു പാസ്റ്ററോമറ്റാണ്. അദ്ദേഹം കണ്ടിട്ട് വെളുമ്പരെ ഇപ്പോൾ തോന്നി ഇവർ ആഫ്രിക്കൻ അമേരിക്കനും. അപ്പോൾ അദ്ദേഹം തന്നെ അതിന് എതിരായിട്ട് എഴുതി, ഞാനതിനെ അംഗീകരിക്കുന്നില്ല, ഈ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല എന്ന്. പക്ഷെ അത് കേട്ടിട്ടും അവർക്ക് വിഷമമൊന്നുമില്ല. ശക്തമായിട്ട് വീണ്ടും അവർ എഴുതുകയാണ് ചെയ്തത്. അവരുടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. കാരണം ഈ വെള്ളക്കാരായതുകൊണ്ട് ഈ പ്രാധാന്യമൊക്കെ കിട്ടുന്നു, അല്ലാത്തവരാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല. ഹിസ്പാനിക്സ് ഒക്കെ ആണെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും കമൻറ്റ് വരിക. അപ്പോൾ അങ്ങനെ ആ ഒരു മനസ്സിൽ കിടക്കുന്ന ആ റേസിസം. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് പ്യൂ സെൻറ്ററിൻ്റെ റിപ്പോർട്ട്, ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ റേസിസം കിടപ്പുണ്ട്, ആ ഡിസ്ക്രിമിനേഷൻ, ആ ഭിന്നതയെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതാണ് പല സമയങ്ങളിലും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.